1.5 വർഷത്തോളമായി ഞാൻ സോപ്പ് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട്. വീട്ടിൽ തന്നെ ഹാൻഡ് മെയ്ഡ് സോപ്പുകൾ ഉണ്ടാക്കി കൊടുക്കുക. മെൽറ്റ് ആൻഡ് പ്രോസസ്സിങ് ആയിട്ടുള്ള സോപ്പുകളാണ് ഞാൻ ചെയ്യണേ. അപ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്യണത് ഒരു വീട്ടിലേക്കുള്ള ചെറിയൊരു ഓർഡറാണ്. 10 തേങ്ങാപ്പാലിൻ്റെ സോപ്പും അതുപോലെ 10 കറ്റാർവാഴയുടെ സോപ്പും. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 9 മാസത്തോളമായി സ്ഥിരമായിട്ട് അവർ എൻ്റെ നിന്ന് തന്നെയാണ് സോപ്പ് വാങ്ങിക്കണേ. അപ്പോൾ കുഞ്ഞുങ്ങൾക്കായിട്ടാണ് അവർ തേങ്ങാപ്പാലിൻ്റെ സോപ്പ് വാങ്ങിക്കണേ. അതുപോലെ വലിയവർക്ക് കറ്റാർവാഴയുടെ സോപ്പ്. അപ്പോൾ ഈ 2 സോപ്പിലും കളറ് ചേർക്കണില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവർക്ക് മെയിനായിട്ട്. പിന്നെ ഗുണവും അതുപോലെ നല്ലതായിട്ട് തോന്നിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അവർ സ്ഥിരമായിട്ട് വാങ്ങിക്കണത് തന്നെ. ചില സോപ്പുകൾ മാത്രമേ ഞാൻ കളറ് ചേർക്കണുള്ളൂ. മിക്ക സോപ്പുകളും കളറ് ചേർക്കണില്ല. എങ്ങാനും വേണ്ടി വന്നാൽ മാത്രമേ സോപ്പുകൾ കളറ് ചേർക്കണുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ തേങ്ങാപ്പാലിൻ്റെ ഒരു സോപ്പാണ്. ഇത് വീട്ടിലേക്ക് ആവശ്യമുള്ള സോപ്പായതുകൊണ്ട് തന്നെ അധികം ക്വാണ്ടിറ്റിയിൽ തേങ്ങാപ്പാൽ എടുത്തിട്ടില്ല. ഒരു 10 സോപ്പിനുള്ള തേങ്ങാപ്പാൽ അളവൊന്നും ഞാൻ പറയണില്ല. അപ്പോൾ സോപ്പ് ഉണ്ടാക്കി ഇതുപോലെ കൊടുക്കണമെന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ എന്നെ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് ചെയ്യാമെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ 10 സോപ്പിനുള്ള തേങ്ങാപ്പാൽ ഞാനിവിടെ പിഴിഞ്ഞ് മാറ്റി വയ്ക്കാൻ പോവാണ്. പിന്നെ മെയിനായിട്ട് ഇതിനാവശ്യം എന്ന് പറയുന്നത്, ഈ സോപ്പ് ഉണ്ടാക്കാൻ ആവശ്യം എന്ന് പറയുന്നത് സോപ്പിൻ്റെ ബേസാണ്. മെയിൻ മെറ്റീരിയൽ സോപ്പ് ബേസ്. അപ്പോൾ ഈ സോപ്പ് ബേസ് ചെറുതായിട്ട് പീസാക്കി ഒരുക്കിയിട്ടാണ് സോപ്പ് ഉണ്ടാക്കുന്നത്. ഇതൊരു കെമിക്കൽ ബേസ് തന്നെയാണ്. കെമിക്കലില്ലാണ്ട് നമുക്ക് സോപ്പ് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ഈ കെമിക്കലിൽ നല്ല ഇൻഗ്രീഡിയൻസ് ചേർത്ത് ഒരു നാച്ചുറൽ സോപ്പാക്കി എടുക്കുക, അതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ ഇതിനകത്ത് കളറും പെർഫ്യൂമും ചേർത്താലും സോപ്പാവും, പക്ഷേ അത് നമ്മുടെ ശരീരത്തിനൊരു ഗുണവും ചെയ്യില്ല. അപ്പോൾ ഇതിനകത്ത് നല്ല ഇൻഗ്രീഡിയൻസ് ചേർത്ത് ജനങ്ങളിലേക്ക് എത്തിക്കലാണ് ഞാൻ ചെയ്യണത്. അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം എൻ്റെ വീടിൻ്റെ ചുറ്റുവട്ടത്ത് ഒരുവിധം വീടുകളിലൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. പിന്നെ ഓൺലൈൻ മാർക്കറ്റിംഗാണ് കൂടുതലും, കടകളിലും കൊടുക്കുന്നുണ്ട്. ആദ്യമൊക്കെ കൊടുത്തു തുടങ്ങിയപ്പോൾ 1-2 കടകളിലൊക്കെ കൊടുത്തായിരുന്നേ. പിന്നെ കടകളിൽ നിന്ന് മേടിക്കുന്നവർ വഴി പുറത്തേക്കൊക്കെ കൊണ്ടുപോകാനൊക്കെ ആയിട്ട്, ഗൾഫിലേക്കൊക്കെ കൊണ്ടുപോകാനായിട്ട് ആൾക്കാർ മേടിക്കാറുണ്ട്. പിന്നെ കടകളിൽ നിന്ന് വേറെ കടകളിലേക്ക് ആൾക്കാർ വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇപ്പോൾ ഒത്തിരി കടകളിലേക്ക് അയക്കുന്നുണ്ട്. അപ്പോൾ കൊടകരയിലാണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ കൊടകരയിൽ നിന്ന് തൃശ്ശൂർ വരെ എത്തിയിട്ടുണ്ട്. എറണാകുളത്തേക്കൊക്കെ റീസെല്ലേഴ്സ് കൊണ്ടുപോകുന്നുണ്ട്. ഷൊർണൂർ, അങ്ങനെ പല സ്ഥലത്തേക്കും പോകുന്നുണ്ട്. അപ്പോൾ ഇതിന് മെൽറ്റ് ചെയ്ത് കൊണ്ടുവരാം. ഡബിൾ ബോയിൽ ചെയ്തിട്ടാണ് ഇത് മെൽറ്റ് ചെയ്യണേ. അപ്പോൾ മെൽറ്റ് ചെയ്ത വീഡിയോ ഞാൻ പിടിച്ചിട്ടില്ല. വെള്ളം തിളപ്പിച്ചിട്ട് അതിനകത്തേക്ക് ഇറക്കി വയ്ക്കുകയാണ്. അപ്പോൾ തന്നെ ആ വെള്ളത്തിൻ്റെ ചൂട് കൊണ്ടാണ് ഇത് ഉരുകി വരുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് ഇതിൻ്റെ ചൂടൊന്ന് ചെറുതായിട്ട് ഇരുന്നതിന് ശേഷം നമുക്ക് ഈ തേങ്ങാപ്പാൽ ഇതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഈ ഫുൾ ക്വാണ്ടിറ്റി ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഇതിനാവശ്യമുള്ളതാണല്ലോ ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുള്ളൂ. വീഡിയോ എടുക്കുന്നത് എങ്ങനെയുണ്ടെന്ന് അറിയാൻ പറ്റുന്നില്ല. വീഡിയോ മോനാണ് പിടിക്കുന്നത്. അത് വീഡിയോ എടുത്ത് വലിയ പരിചയമില്ലാത്തതുകൊണ്ട് അതിൻ്റേതായ അപാകതകളൊക്കെ വീഡിയോയിലുണ്ടാവും. എല്ലാവരും ക്ഷമിക്കുക. 37 സബ്സ്ക്രൈബേഴ്സാണ് എനിക്കിപ്പോൾ ഉള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ എൻ്റെ വീഡിയോ മറ്റുള്ളവർക്ക് എത്തും, മറ്റുള്ളവർക്ക് ഗുണം ഉണ്ടാവുകയാണെങ്കിൽ അത് നല്ലതാണ്. അപ്പോൾ വീഡിയോ കാണുന്നവർ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇത് തേങ്ങാപ്പാൽ ഇതിനകത്തേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ നല്ലതായിട്ട് ഇളക്കണം. എന്നാലാണ് അതിൻ്റെ എല്ലാ ഭാഗത്തേക്ക് ഇത് എത്തുള്ളൂ. അല്ലെങ്കിൽ സോപ്പ് കട്ടയായതിന് ശേഷം തേങ്ങാപ്പാൽ ഇങ്ങനെ ഒരു സൈഡിൽ കൂടെയൊക്കെ ഒലിച്ച് വരും. അപ്പോൾ നന്നായിട്ട് അതിൻ്റെ ബേസിൽ പിടിക്കാൻ പാകത്തിന്, എല്ലായിടത്തേക്ക് എത്താൻ പാകത്തിന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി ഇപ്പോൾ ചൂട് ഒന്ന് ആറിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് ചൂടാറിയതിന് ശേഷമാണ് ഇതിനകത്തേക്ക് നമുക്ക് ഫ്രാഗ്രൻസ് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഇപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് വൈറ്റമിൻ ഇയുടെ ക്യാപ്സൂൾ ചേർക്കുന്നുണ്ട്. വൈറ്റമിൻ ഇ നമ്മുടെ സ്കിന്നിനൊക്കെ നല്ലൊരു മോയ്സ്ചറാണ്. അതുപോലെ തന്നെ ഡ്രൈ ആവില്ല സ്കിന്ന്. പിന്നെ നമ്മുടെ ശരീരത്തിലുള്ള അണുക്കളെയൊക്കെ ഇൻഫെക്ഷൻ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ തടയാൻ നല്ലതാണ്. ഇത് തേങ്ങാപ്പാലുള്ളതുകൊണ്ട് തന്നെ നമുക്ക് വേറൊന്നും ചെയ്തോളുന്നില്ലെങ്കിലും ഞാൻ ചേർക്കണത് ഇതിലും സ്ഥിരം ചേർക്കണം എന്നുള്ളൂ. പിന്നെ ഉള്ളത് ഗ്ലിസറിനാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ജലാംശമൊക്കെ നിലനിർത്തും. അപ്പോൾ അതും ചേർക്കുന്നുണ്ട് ഇതിനകത്ത്. അതൊരു 2 ml ചേർക്കണം.
ഈ സോപ്പിട്ട് കുളിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു ഫീൽ കുളിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ ഉണ്ടാവും. ഗ്ലിസറിൻ്റെയും തേങ്ങാപ്പാലിലൊക്കെ ഒരു ഫീല്. നമുക്ക് കുളിച്ച് കഴിയുമ്പോൾ ഡ്രൈ ആവില്ല. നമ്മൾ സാധാരണ സോപ്പുകൾ കടയിൽ നിന്ന് വാങ്ങണ സോപ്പുകൾ, നല്ല സോപ്പുകളല്ല കേട്ടോ ഞാൻ പറയണേ, സാധാരണ വില കുറഞ്ഞ സോപ്പുകളൊക്കെ നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കാറുണ്ടല്ലോ, 10ഉം 15ൻ്റെ ഒക്കെ. അങ്ങനത്തെ സോപ്പുകളൊക്കെ വാങ്ങിക്കുമ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ ഭയങ്കര ഡ്രൈ ആയിട്ട് പോകും. ഇത് അങ്ങനെ നമുക്ക് തോന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രാഗ്രൻസും കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ്. അതിൻ്റെ ആവശ്യത്തിനുള്ള ഫ്രാഗ്രൻസും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫൈനലായി. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി, അധികം നേരം ഒന്നിട്ട് ഇളക്കണ്ട, പെട്ടെന്ന് തന്നെ ഇളക്കി നമുക്ക് ഇത് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കും. നല്ലൊരു മണമാണ് കേട്ടോ ഞാൻ ഇതിനകത്ത് ചേർത്തി കൊടുത്താണ്. അപ്പോൾ സോപ്പ് ഞാൻ സോപ്പ് ഉണ്ടാക്കാൻ തുടങ്ങിയ സമയത്ത് എങ്ങനെ ചെയ്യണം, എവിടെ നിന്നാണ് ഇത് പഠിക്കുക, അങ്ങനെ കുറേ കാര്യങ്ങൾ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, ആരോട് ചോദിക്കും എന്നൊക്കെ കേട്ടോ. അപ്പോൾ നിർദ്ദേശം തരാൻ പാകത്തിന് ആരും ഉണ്ടാവാണ്ടാണോ അതോ എനിക്ക് ചോദിക്കാൻ മടിയായിട്ടാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഇതിലേക്ക് എത്താൻ കുറേ വൈകിപ്പോയി. ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായിരുന്നു, പക്ഷേ എത്താൻ എനിക്ക് പറഞ്ഞു തരാനുള്ള ആൾക്കാരിലേക്ക് എത്താൻ പോയപ്പോഴേക്കും വൈകിപ്പോയി. അപ്പോൾ ഇത്തിരിയും കൂടെ മുന്നേ തുടങ്ങാമായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. അത് എനിക്ക് ചോദിക്കാനുള്ള മടി കൊണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചോദിക്കാൻ മടിയുള്ളവർ എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെക്കൊണ്ടാവും വിധത്തിലൊക്കെ ഞാൻ സഹായിക്കാം കേട്ടോ. അതുപോലെ തന്നെ ഇപ്പോൾ ഈ സോപ്പ് ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നത് പോലെ തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കി ഉപയോഗിക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ തന്നെ ഉണ്ടാക്കണത് നിങ്ങൾക്ക് വാങ്ങിക്കണമെന്നില്ല. ഇതിൻ്റെ മെറ്റീരിയൽ വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ഉണ്ടാക്കി ഉപയോഗിക്കാനും പറ്റും. അപ്പോൾ മെറ്റീരിയലായിട്ടും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അങ്ങനെ വാങ്ങിക്കാം. അപ്പോൾ ഞാനിപ്പോൾ 2 തരം മോൾഡ് എടുത്തിട്ടുണ്ട്. ഡിസൈൻ മോൾഡ് എടുത്തിട്ടുണ്ട്, പിന്നെ സാധാരണ മോൾഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടിലേക്ക് ഒഴിക്കുകയാണ്. 10 സോപ്പിനുള്ള കണക്കിനാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ കറക്റ്റ് 10 സോപ്പിനുള്ളത് തന്നെ ഉണ്ട്. അപ്പോൾ ഇതിപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞു, ഞാൻ ഇത് ഇന്ന് എടുക്കുകയാണ്. സോപ്പ് കട്ടായിട്ടുണ്ട്. അത് അതിൻ്റെ ഫിനിഷിങ് പോയിന്റിലേക്ക് എത്തുമ്പോൾ തന്നെ നമുക്ക് ചെയ്ത ജോലി നന്നായി കാണുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക ഒരു ഫീലാണല്ലേ. അപ്പോൾ സോപ്പ് നന്നായിട്ടുണ്ട്. ഇപ്പോൾ ഇത് വെളിച്ചക്കുറവ് കാരണം കൊണ്ടാണ് അതിൻ്റെ ശരിക്കുള്ള കളറ് കാണില്ല. അപ്പോൾ ഡിസൈൻ സോപ്പായിട്ടും വന്നിട്ടുണ്ട്, അല്ലാണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ കണ്ട ഡിസൈനായിട്ട് കാണാൻ നല്ല രസമുണ്ട് കാണാൻ. തേനീച്ചയുടെ ഒരു ഡിസൈനായിട്ടുള്ള സോപ്പാണിത്. ഇത് കൂടുതൽ ഞാൻ ഈ ഡിസൈനിൻ്റെ മോൾഡ് എടുക്കാറുള്ളത് ഹണി വെച്ചിട്ട് സോപ്പ് ചെയ്യാറുണ്ട്, ഗ്ലിസറിൻ ബേസിൽ. അപ്പോഴാണ് ഞാൻ ഇത് ഉപയോഗിക്കാറ്. അപ്പോൾ അതിനകത്ത് നമ്മൾ പിയേഴ്സിൻ്റെ സ്മെല്ലാണ് ചേർക്കാറ്. അത് ഓർഡറൊക്കെ ആയിട്ട് തരുന്നവർക്കാണ് ഞാൻ കൂടുതലും അങ്ങനെ ചെയ്ത് കൊടുക്കാറ്. അപ്പോൾ നമ്മുടെ 10 സോപ്പ് റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഇന്ന് തന്നെ പാക്ക് ചെയ്ത് കൊടുത്തു വിടും. ഇതിപ്പോൾ ഇവിടെ അടുത്ത് തന്നെയുള്ളതാണ്. അപ്പോൾ ഇന്ന് തന്നെ അപ്പോൾ വീടുകളിലേക്ക് ഇതുപോലെ ചെയ്ത് തരണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ ഓർഡർ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്ത് തരും. പിന്നെ ബൾക്കായിട്ട് കടകളിലേക്ക് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയും കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ 100 ഗ്രാമിൻ്റെ ഒരു സോപ്പാണ്, നല്ല ഫിനിഷിങ്ങിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 100 ഗ്രാമിൻ്റെ സോപ്പ് ഞാൻ 30 രൂപയ്ക്കാണ് കൊടുക്കുന്നത്, സെയിൽ ചെയ്യണത്. അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ എത്തിച്ചു തരും കേട്ടോ. നല്ല ഭംഗിയുണ്ടല്ലേ ഡിസൈനൊക്കെ കാണാൻ. അപ്പോൾ ഇനി ഇത് പാക്ക് ചെയ്യുന്ന വീഡിയോ ഒന്നും ഞാൻ കാണിക്കണില്ല, വേറെ വീഡിയോടൊപ്പം ചെയ്യാം. ഇത് അതിൻ്റെ ഒപ്പം തന്നെ കൊടുക്കാനുള്ള കറ്റാർവാഴയുടെ സോപ്പ് ഞാൻ മുന്നേ ഒഴിച്ച് വെച്ചാർന്നാണ്. അപ്പോൾ അത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഇന്ന് എടുക്കുകയാണ്. ഞാൻ ഹാർട്ട് ഷേപ്പിലാണ് കറ്റാർവാഴയുടെ സോപ്പ് കൂടുതലും ചെയ്യണത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹാർട്ട് ഷേപ്പിൽ ചെയ്യുന്നത്. കണ്ടോ നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കളറൊന്നും ഇതിനകത്ത് ആഡ് ചെയ്യണില്ല. ഗ്ലിസറിൻ, വൈറ്റമിൻ ഇ, കറ്റാർവാഴയുടെ ജ്യൂസാണ് ഇതിനകത്ത് ആഡ് ചെയ്യണത്. ജെല്ലും വെച്ചിട്ട് ചെയ്യുന്നുണ്ട്.
ജെല്ല് വെച്ചിട്ട് ചെയ്യണത് കൂടുതൽ നാളെ ഇരിക്കണം എന്നുള്ളവർക്കാണ് ജെല്ല് വെച്ചിട്ട് ചെയ്ത് കൊടുക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലേക്ക് പെട്ടെന്ന് ഉപയോഗിക്കാനുള്ളതൊക്കെ ആണെങ്കിൽ ജെല്ല് അല്ല ജ്യൂസാണ് യൂസ് ചെയ്യണേ. പിന്നെ അലോവേരയുടെ ഫ്രാഗ്രൻസും കൂടെ ചേർത്തിട്ടാണ് അലോവേര സോപ്പ് ഉണ്ടാക്കണേ. അപ്പോൾ സോപ്പ് വേണ്ടവരൊക്കെ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ എത്തിച്ചു തരും. അതുപോലെ സംശയങ്ങളുണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പറഞ്ഞു തരും കേട്ടോ. എന്നെക്കൊണ്ടാവുന്ന രീതിയിലൊക്കെ ഞാൻ പറഞ്ഞുതരും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലേ. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമാണവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണേ. നല്ല ഫിനിഷിങ്ങിൽ തന്നെ എത്തിയിട്ടുണ്ട്. കളറ് ഇപ്പോൾ ഈ വീഡിയോ അകത്തിരുന്ന് ചെയ്യണമായതുകൊണ്ട് തന്നെ കളറ് ശരിക്കും അറിയണില്ല. ഓക്കെ, അപ്പോൾ താങ്ക്സ്.